ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത ഡിവൈസസിൻ്റെ IP ഏതൊക്കെ കമാൻഡ്സ് യൂസ് ചെയ്താലാണ് നമുക്കത് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിലൊരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട് nmap-sn 192.168.1.0/24. അപ്പോൾ ആ ഒരു നെറ്റ്വർക്കിൽ ഒരു റൗട്ടർ, ലാപ്ടോപ്പ്, മൊബൈലാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതുപോലെ ആയിരിക്കും അത് ഫൈനൽ റിസൾട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്കിൽ ഏതൊക്കെ ഡിവൈസസ് ആണ് കണക്ട് ചെയ്തത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ -sn കൊടുത്തു കഴിഞ്ഞാൽ പിൻ സ്കാൻ ആണ്. പോർട്ട് സ്കാനിങ് ചെയ്യാതെ തന്നെ ഏതൊക്കെ ഡിവൈസസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത് എന്നത് ലിസ്റ്റ് ഔട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ 1.1, 1.5, 1.10, 1.11 ഇത്രയും ഡിവൈസസ് ആണ് ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇത് റൗട്ടറാണ്, ഇത് മൊബൈൽ കണക്ട് ചെയ്തിട്ടുണ്ട്. 10 എന്ന് പറയുന്നത് വിൻഡോസിൻ്റെ IP അഡ്രസ്സാണ്, 11 കാലി ലിനക്സിൻ്റെ IP അഡ്രസ്സാണ്. അപ്പോൾ എൻ്റെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്ത ഡിവൈസസ് ഒക്കെ കാണിക്കാനായിട്ട് വേണമെങ്കിൽ ഈ ഒരു nmap എന്ന് പറയുന്ന -sn പിന്നെ ഇതിൻ്റെ IP അഡ്രസ് /24 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഡിവൈസസ് ഒറ്റ കമാൻഡ് അനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ഡിവൈസസ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. ഇതാണ് മോസ്റ്റ് പവർഫുൾ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത് യൂസിങ് ARP സ്കാൻ. അത് കുറച്ചും കൂടി ഫാസ്റ്റസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ IP അഡ്രസ്സും കറസ്പോണ്ടിങ് MAC അഡ്രസ്സസും ആ ഡിവൈസസിൻ്റെ കറസ്പോണ്ടിങ് MAC അഡ്രസ്സസും എല്ലാം അത് ലിസ്റ്റ് ഔട്ട് ചെയ്യും. അപ്പോൾ അത് നമുക്ക് സെക്കൻഡ് കമാൻഡ് ഒന്ന് ചെയ്ത് നോക്കാം. sudo ARP സ്കാൻ ലോക്കൽ നെറ്റ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ സ്യൂഡോ പെർമിഷൻ ചോദിച്ചുകൊണ്ട് അതിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നേരത്തെ പോലെ തന്നെ 1.1 ഇവിടെ 1.11 എന്ന് പറയുന്നത് കാലി ലിനക്സിൻ്റെയാണ് IP അഡ്രസ്സ്. പിന്നെ 1.1 റൗട്ടർ, 10 ഈ വിൻഡോസ് മെഷീൻ്റെ IP അഡ്രസ്സ്, പിന്നെ ഒരു മൊബൈൽ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് 1.5. അപ്പോൾ ഈ മെത്തേഡ് അല്ലെങ്കിൽ ഫസ്റ്റ് nmap-sn അത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ARP സ്കാൻ ലോക്കൽ നെറ്റ് കൊടുത്തു കഴിഞ്ഞാലും ഏതൊക്കെ ഡിവൈസസ് ആണ് നമ്മുടെ നെറ്റ്വർക്കിൽ ഉള്ളതെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പിന്നെ അടുത്ത തേർഡായിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് ARP-A എന്ന് പറയുന്നത്. അതും ഇതുപോലെ സെയിം മെത്തേഡ് തന്നെ. റൗട്ടർ 1.1, 3, 10, 5. അപ്പോൾ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത് 1.11 ആണ്. നമ്മുടെ 11 ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ifconfig കൊടുത്താൽ മതി. അപ്പോൾ കാലി ലിനക്സിൻ്റെ നമുക്ക് 1.11 ആണ്. അപ്പോൾ ഈ 1.11 ഈ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസിൻ്റെ IP ആണ് നമുക്കിപ്പോൾ കാണിച്ചിരിക്കുന്നത്. IP മാത്രമല്ല അതിൻ്റെ MAC അഡ്രസ്സും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫോർത്ത് മെത്തേഡാണ് IP നൈബർ എന്നാണ്, NEIGS ഷോ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാലും ഇതുപോലെ നമുക്ക് ഏതൊക്കെ ഡിവൈസസ് ആണ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസ് നമുക്ക് കിട്ടും. ആക്റ്റീവായിട്ടുള്ള ഡിവൈസസ് ആണ് ഇതെല്ലാം. ഈ 4 IPs ആക്റ്റീവായിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഫോർത്ത് മെത്തേഡ് യൂസ് ചെയ്താലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ സ്യൂഡോ നെറ്റ് ഡിസ്കവർ ചെയ്താലും നമുക്ക് ഈസിലി ഏതൊക്കെ ഡിവൈസസ് ആണ് ആ വൈഫൈ നെറ്റ്വർക്കിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടും ഈ ഒരു കമാൻഡ് കൊടുത്താൽ മതി. sudo net discover -r പിന്നെ 192.168.1.0/24. അപ്പോൾ ഇത്രയും കമാൻഡ്, ഇത്രയും ഫിഫ്ത്ത് മെത്തേഡാണ്. അപ്പോൾ നമുക്കത് വയർലെസ് നെറ്റ്വർക്ക്സിലൊക്കെ കണക്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് നെറ്റ് ഡിസ്കവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്രയും 4 മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് നെറ്റ്വർക്കിലെ IPs ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതായത് ഫസ്റ്റ് മെത്തേഡ് nmap കൊടുക്കുക, nmap-sn. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ARP സ്കാൻ ആണ്, അത് ഫസ്റ്റസ്റ്റ് മെത്തേഡാണ്. പിന്നെ ARP-A അത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും IP MAC അഡ്രസ്സും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫോർത്ത് മെത്തേഡാണ് IP-NI ഷോ എന്ന് പറയുന്നത്. പിന്നെ വയർലെസ് നെറ്റ്വർക്കിൻ്റെ ആണ്, വയർലെസ് നെറ്റ്വർക്കിലുള്ളത് കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് നെറ്റ് ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈ നെറ്റ്വർക്ക്സിലത്തെ നമുക്ക് ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലത്തെ എത്തിക്കൽ ഹാക്കിംഗ്, പെൻ ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഈ മെത്തേഡ്സൊക്കെ വളരെയധികം യൂസ്ഫുൾ ആണ്. nmap ചെയ്യാം, ARP സ്കാൻ, നെറ്റ് ഡിസ്കവർ, ഇത്രയും മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു നെറ്റ്വർക്കിലത്തെ IPs കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.